2 ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ സർക്കാർ പമ്പയിൽ ആഗോള അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പന്തളം കൊട്ടാരത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു അയ്യപ്പ ഭക്ത സംഗമവും സംഘടിപ്പിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ആകെ ഒരു ശബരിമലയേ ഉള്ളൂ. അവിടേക്ക് വരുന്ന ഭക്തരെല്ലാം വിശ്വാസികളാണ് എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. ആ വിശ്വാസികൾക്ക് വേണ്ടി 2 തരത്തിലുള്ള അയ്യപ്പ ഭക്ത സംഗമം. വിനോദ് സാറിന്റെ ഒരു അഭിപ്രായത്തിൽ സാർ എങ്ങനെയാണ് സർക്കാർ നടത്തിയ അയ്യപ്പ ഭക്ത സംഗമത്തെയും അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനയും കർമ്മസമിതിയും ഒക്കെ നടത്തിയ ഈ അയ്യപ്പ സംഗമത്തെയും നോക്കിക്കാണുന്നത്? ഈ 2 സംഗമങ്ങളെയും സാറിന്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെ വിലയിരുത്തും? ഗ്ലോബൽ അയ്യപ്പ സംഗമം അല്ലെങ്കിൽ സംഭവം പമ്പ വേഴ്സസ് പന്തളം സംഗമം, ഇതിനെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ രാഷ്ട്രീയമായി വിലയിരുത്തുന്നതാണ് ഏറ്റവും ശരി എന്ന് ഞാൻ വയ്ക്കുന്നു. ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഫലങ്ങളുമാണ് ഒരുപക്ഷെ കൂടുതൽ പ്രസക്തം ഇന്നത്തെ കാലത്ത്. കാരണം ഞാൻ അതിനുവേണ്ടിയാണ് ഒരുപക്ഷെ ആദ്യം സർക്കാർ നടത്തിയതും അതിനുശേഷം അതിൻ്റെ കൗണ്ടറായിട്ട് മറ്റവർക്ക് നടത്തേണ്ടി വന്നതും എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് ഇതിനെ വിലയിരുത്തുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശബരിമല തീർത്ഥാടനം അല്ലെങ്കിൽ ശബരിമല സ്വാമി അയ്യപ്പൻ എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഭക്തിയുടെ പ്രതീകങ്ങളാണ്. ശബരിമല ആയാലും ശരി, സ്വാമി അയ്യപ്പനായാലും ശരി. മാത്രമല്ല അത് ഭക്തിയും സംസ്കാരവും ആചാരങ്ങളും എല്ലാം കൂടി ഇടകലർന്ന് കിടക്കുന്നതാണ്. എവിടെയാണ് നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്? ഇപ്പം ഭക്തിയിൽ ഒരു വിഘ്നമുണ്ടായ അത് ജനങ്ങൾ അതിൽ ശ്രദ്ധിക്കും. ആചാരത്തിൽ ഒരു വിഘ്നമുണ്ടായാൽ അത് ശ്രദ്ധിക്കും. ഈ ശബരിമലയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2018 നടന്ന ഒരു സംഭവം, ആചാരം അവിടെ കാലങ്ങളായി നടന്നു വന്ന പ്രത്യേക ആചാരങ്ങളുള്ള ഒരു ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ ദിവസവും അവിടെ പോകുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് വളരെ നമുക്ക് ഒരു സ്ഥലത്തെത്താനുള്ള പ്രയാസം കൂടുന്തോറും അല്ലെങ്കിൽ അതിന് കൂടുതൽ കഠിനമായ നിഷ്ഠകളൊക്കെ നിഷ്കർഷിക്കുമ്പോൾ നാച്ചുറലി അതിനോടുള്ള ബോണ്ടേജ്, അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ്, ഇതിനോടുള്ള ബോണ്ടേജ് കൂടുകയാണ്. ഇത് പറഞ്ഞ എത്ര പേർക്ക് സഹിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുവാൻ നിങ്ങളെ ഞാൻ നിർബന്ധിതരാക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടിമയായി മാറും എന്നുള്ള ഒരു വലിയ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ ഇപ്പോഴല്ല, ചരിത്രാതീത കാലം തുടങ്ങിയുള്ളതാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ആചാരം നടത്തുകയാണെങ്കിൽ ആ സംവിധാനത്തിന്റെ നിങ്ങൾ സൈക്കോളജിക്കലി അടിമയായിട്ട് മാറും. ഇത് നമ്മൾ നിത്യവും ചെയ്യുന്ന പ്രാർത്ഥനകളുടെ കാര്യമായാലും ശരി, നമ്മളൊരു ആരാധനാലയത്തിൽ ഒത്തുകൂടുന്ന കാര്യമായാലും ശരി, ഒരുമിച്ച് ചേർന്നൊരു ഭജന പാടുന്നതായാലും ശരി, കുറച്ച് കഴിയുമ്പോൾ അത് ചെയ്യാൻ പറ്റാതാകാതെ വരും. അതായത് നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റാതിരിക്കാൻ പറ്റൂല. ഇതൊരു വലിയ സൈക്കോളജിയാണ്. ഇത് നമ്മുടെ മതങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ഈ മത നേതാക്കളും ഒക്കെ തങ്ങളുടെ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു തന്ത്രം തന്നെയാണെന്നുള്ളതിന് എനിക്ക് സംശയമില്ല. അപ്പൊ ആചാരങ്ങൾക്ക് നമുക്കത് ഇഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരി, ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ഒരു ആചാരത്തിന് അല്ലെങ്കിൽ ഒരു പ്രത്യേകത്തെ ഒരു സ്ഥലത്തെ ഒരു കാര്യത്തിന് ഒരു വിഘ്നം വന്നാൽ അതെനിക്ക് വലിയ പ്രശ്നമായി മാറും. അത്തരം ഒരു പ്രശ്നമാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് 2018 ആ സുപ്രീം കോടതി വിധിയോടെ സ്ത്രീ പ്രവേശന സംഭവം വന്നത്. അതിനെ മുതലെടുക്കുവാൻ അന്നത്തെ ഇടത് സർക്കാർ കാണിച്ച അബദ്ധം ആണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കത്തിന്റെ കാരണം. അല്ലാതെ സുപ്രീം കോടതി അത് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് സാധാരണഗതിയിൽ അതിനെ തന്നെ പ്രയോഗത്തിൽ വരുത്തി കാണിച്ച നവോത്ഥാനം സൃഷ്ടിക്കാൻ നോക്കി. ഞാൻ അതിലോട്ടൊന്നും പുറകെ പോകുന്നില്ല. കാര്യം ഞാൻ 2018 എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ മനുഷ്യന്റെ ഓർമ്മശക്തി കുറവാണെന്നൊക്കെ പറയുന്നത് വലിയ അബദ്ധമാണ്. ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. ഇന്ന് പഴയ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ എപ്പോൾ വേണമെങ്കിലും വീണ്ടും ആളുകളുടെ കയ്യിലൊക്കെ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഇതെടുത്ത് ഇപ്പൊ പണ്ട് പിണറായി വിജയൻ പറഞ്ഞ പഴയ മുഖ്യമന്ത്രി പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളൊക്കെ ഇന്ന് ചാനലുകൾ മാത്രമല്ല സമൂഹ മാധ്യമങ്ങളും വീണ്ടും ഉപയോഗിക്കുകയാണ്. അപ്പം അത് വീണ്ടും നമ്മുടെ ആളുകളുടെ സ്മൃതിപഥത്തിൽ കടന്നു വരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോ അന്ന് അത് നടന്നു. മാത്രമല്ല പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ഈ വ്യവസ്ഥാപിത മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന
അതിന്റെ എഡിറ്റർമാരായിക്കോട്ടെ, ആങ്കർമാരായിക്കോട്ടെ, ന്യൂസിന്റെ എഡിറ്റർമാരായിക്കോട്ടെ, ന്യൂസ് പ്രസന്റ് ചെയ്യുന്നവരൊക്കെ അവരുടെ താല്പര്യങ്ങൾ വെച്ച് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു പിടി മുറുക്കിയാൽ സർക്കാരിന് അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ പുറത്ത് വരുവുള്ളായിരുന്നു. പക്ഷെ ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറി. അപ്പൊ അങ്ങനെ വരുമ്പോ ഇന്ന് ധാരാളം സ്വതന്ത്ര ചാനലുകൾ, ഇപ്പൊ ഈ ABC പോലുള്ള സംവിധാനങ്ങളുണ്ട്, വേറെ പല ചാനലുകളും ഉണ്ട്. അതിനൊക്കെ ഉള്ള സ്വാധീനം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റിയെന്ന് പറഞ്ഞാല്, ഈ പണ്ട് രണ്ട് കാര്യങ്ങൾ മറച്ചു വെച്ചിരുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ഒന്ന്, അവിടെ കയറ്റാൻ വേണ്ടി, സ്ത്രീകളെ കയറ്റാൻ വേണ്ടി ബോധപൂർവം ശ്രമിച്ചുവെന്നും രണ്ടുപേരെയെങ്കിലും വളരെ രഹസ്യമായി രാത്രിയുടെ മറവിൽ സന്നിധാനത്ത് എത്തിച്ചു എന്നൊക്കെ പറയുന്നത് അയ്യപ്പ ഭക്തന്മാർക്ക് വലിയ വേദന ഉണ്ടാക്കിയ സംഭവമാണ്. അവസാനം ഈ സുപ്രീം കോടതി വിധിച്ചിട്ട് പോലും, സർക്കാർ സംവിധാനങ്ങൾ മൊത്തം എതിരെ നിന്നിട്ട് പോലും, പോലീസും കേസുകൾ എടുത്തിട്ട് പോലും അവർക്ക് കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളത് കേരളത്തിലെ ഒരു വലിയ സമരത്തിന്റെ, സഹന സമരത്തിന്റെ, അടിച്ചൊതുക്കപ്പെട്ട സമരത്തിന്റെ വലിയ ഒരു ചരിത്രമാണ്. അതിനകത്ത് നിന്നുണ്ടായ ജനങ്ങളുടെ കോപം, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ കോപം, അത് രാഷ്ട്രീയമായി ഇലക്ഷനിൽ പ്രതിഫലിച്ചു എന്നുള്ളത് വളരെ പച്ചയായ സത്യമാണ്. ഈ മതേതര സർക്കാർ എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ നിരീശ്വരവാദികളുടെ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ഇടത് സർക്കാർ, അതിന് പരിഹാരമായി ന്യൂനപക്ഷ പ്രീണനം തുടങ്ങി. അതും പൊളിഞ്ഞുപോയി. അതും കൂടെ ആയപ്പോൾ ഇത് കംപ്ലീറ്റ് കയറി അങ്ങ് കത്തിപ്പോയി. അപ്പോ അതിന് പരിഹാരം എന്നോളം ഇതിനകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. പാപം ഏൽക്കാതിരിക്കാൻ വേണ്ടി, അതായത് ശാസ്താവിന്റെ പാപം ഏൽക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് കരക്കമ്പിയുണ്ട്. ഇങ്ങനെ അതായത് അതിനുള്ള പരിഹാര മാർഗമായിട്ട് ചെയ്തതാണെന്ന് പറയുന്നു. ഇങ്ങനെ എന്ത് തന്നെ ആയാലും ഭക്തജനങ്ങളെ, അതായത് ഹിന്ദുക്കളായ ഭക്തജനങ്ങളുടെ മനസ്സിൽ ഒന്ന് വെള്ള പൂശാൻ വേണ്ടി ആയിരിക്കാം ഈ അവിടെ നടന്നത് എന്നുള്ള. കാരണം പറഞ്ഞാൽ അത്തരം ഒരു ചർച്ച പമ്പയിൽ നടക്കേണ്ടതല്ല. അതിന് ഇത്രയും പേര് ആള് കൂടിയ പാമ്പ് ചാവൂലെന്ന് പറയും. ഇത്രയും ഒരു കാര്യത്തിനെ പറ്റി, അതായത് അവിടുത്തെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ആ വിഷയങ്ങൾ എന്ന് പറയുന്നത് ആഗോള തീർത്ഥാടന കേന്ദ്രമായി അവതരിപ്പിക്കുക, തീർത്ഥാടന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, മാസ്റ്റർ പ്ലാൻ, പരിസ്ഥിതി സംരക്ഷണം. ഇതൊന്നും ചർച്ച ചെയ്യാൻ പമ്പയിൽ 3000 പേര് കൂടേണ്ട കാര്യമില്ല. 3000 പേര് കൂടിയില്ല എന്നുള്ളത് വേറൊരു പച്ചയായ സത്യം. എന്നിട്ട് അതിനെ ഇപ്പം, അതായത് 600 പേര് വന്നതിന് AI ഉപയോഗിച്ച് ഒഴിഞ്ഞ കസേരകൾ സൃഷ്ടിച്ചു എന്ന് പറയാൻ മാത്രം വിഡ്ഢിത്തരമാണ് അവരതിന്റെ ന്യായീകരണമായി പറയുന്നത്. ഇവിടുത്തെ ചാനലുകൾ മൊത്തം അവിടെ കിടന്ന ഒഴിഞ്ഞ കസേര കാണിച്ചപ്പം അത് AI കൊണ്ട് നിർമ്മിച്ച ഒഴിഞ്ഞ കസേരകളാണ് എന്ന് പറഞ്ഞ് തടി തപ്പാൻ നോക്കുക. ഇന്നലെ ഒരു ചാനലില് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളിനെ വിളിച്ചപ്പോഴത്തേക്ക് അവർ ചെന്നില്ല. ഈ വിഷയമാണ് ഞങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് അന്ന് ആങ്കർ പറഞ്ഞാണ്, മനോരമ ചാനലില് അതിന്റെ ആങ്കർ പറഞ്ഞാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പന്തളം സംഗമം ചെന്നെത്തി. അപ്പൊ എന്തായിരുന്നു, അത് രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു ഒരു പക്ഷേ ഈ പമ്പയിൽ നടത്തുക. ഞാനത് രാഷ്ട്രീയ ലക്ഷ്യമാണെന്നുള്ളതിന്റെ മറ്റൊരു റീസൺ കൂടെ പറയാം. ഈ എന്തിനാണ്, അതായത് നിരീശ്വരവാദികളായിട്ടുള്ള ഒരു ശരണം വിളിക്കുന്നു, അയ്യപ്പ വിഗ്രഹം സ്വീകരിക്കുന്നു. അപ്പൊ ഇവരുടെ പ്രിൻസിപ്പൾസ് ഒക്കെ എവിടെ പോയി? ഇത്രയും നാളത്തെ പ്രിൻസിപ്പൾസ് ഒക്കെ എവിടെ പോയി? ആചാരങ്ങളെ ലംഘിക്കുന്നതാണ് ശരിയായ മാർഗമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക്, കഴിഞ്ഞ പ്രാവശ്യത്തെ മുഖ്യമന്ത്രിക്ക് ഇപ്പൊ എന്ത് സംഭവിച്ചു? ആചാരങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ന്യായമായ ഭക്തർ ഉയർത്തുന്ന ചോദ്യങ്ങളല്ലേ? അപ്പൊ ഇവർക്ക് എങ്ങനെ മാറി? പണ്ട് അവരുടെ ഒരു മന്ത്രി അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ട നേതാവ് മരിച്ചപ്പോ ഒരു കുർബാന സ്വീകരിച്ചു എന്ന് പറഞ്ഞതിന് ഉണ്ടായ പുകിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അപ്പൊ അതൊക്കെ വീണ്ടും ചാനലുകൾ എടുത്ത് പ്രയോഗിക്കുന്നുണ്ട് ഇപ്പം. അതുകൊണ്ട് ആളുകളുടെ മെമ്മറി പഴയതുപോലെ മാഞ്ഞു പോകുന്നില്ല. ആളുകളുടെ ഓർമ്മശക്തി അഥവാ മാഞ്ഞു പോയാൽ തന്നെ അതിനെ കൃത്യമായിട്ട് പുനരുജ്ജീവിപ്പിക്കാൻ ഇന്നത്തെ ചാനലുകൾക്കും സമൂഹ മാധ്യമങ്ങൾക്കും ശക്തിയുണ്ട്. എനിവേ, ഇത് രാഷ്ട്രീയം തന്നെയായിരുന്നു എന്നാണ് സാമാന്യമായ ബുദ്ധിയുള്ളവർക്കെല്ലാം തോന്നുന്നത്. എന്തിനാണ് ആ പമ്പയിൽ വെച്ച് നടത്തിയത്? അങ്ങനെ രാഷ്ട്രീയമല്ല ഉദ്ദേശമെങ്കിൽ ഇത്തരം ഫ്ലെക്സ് ബോർഡുകളായിരുന്നുവോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ചിത്രമുള്ള, അയ്യപ്പന്റെ ചിത്രമില്ലാത്ത ഫ്ലെക്സ് ബോർഡുകളാണ് അയ്യപ്പ സംഗമത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് മുഴുവൻ വെച്ചിരുന്നതെന്നാണ് ആളുകൾ പറയുന്നത്, ചാനലുകൾ പറയുന്നത്. ഞാൻ കണ്ടില്ല, പക്ഷെ എന്നാലും ചാനലുകൾ പറയുന്നത്. അപ്പൊ അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെയായിരുന്നു. ഭക്തരെ ഈ ഒരു സംഭവം ഗിമിക്ക് കൊണ്ട് കയ്യിലെടുക്കാൻ സാധിക്കുമെന്ന് അവർ തെറ്റിദ്ധരിച്ചു. പാവം വീതിച്ചു കൊടുക്കാനുള്ള അജണ്ട
ഒരു പക്ഷെ ആളുകൾ മനസ്സിലാക്കി അങ്ങോട്ട് പോയില്ല, ഭക്ഷണത്തിൽ കൂടി ഇങ്ങനെയൊക്കെയാണ് കഥകൾ കേൾക്കുന്നത്. ഏതോ ആരോ ഉപദേശിച്ചൊന്നും. എനിവേ, എന്തു തന്നെ ആയാലും അത് ചീറ്റിപ്പോയി എന്നുള്ളത് ഇന്ന് മലയാളികൾക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. ചാനലൊക്കെ കണ്ടിട്ടുള്ള മലയാളികൾക്കും ഒക്കെ കൃത്യമായിട്ട് അറിയാം. പക്ഷെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതിനൊരു കൗണ്ടർ അല്ലെങ്കിൽ ഒരു ബദൽ ചെയ്യേണ്ടി വന്നു. അതായത് ഇന്നലത്തെ പന്തളത്ത് നടന്ന ആ സംഗമം കണ്ടിട്ടുണ്ടെങ്കിൽ, ടി വിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു രണ്ട് സമയത്തെയും തമ്മിലുള്ള അതിന്റെ ആ ഫീലിംഗ്. ഒന്ന്, ഈ പറയുന്ന പോലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംഭവം എന്ന് പറഞ്ഞ് നടത്തിയ രാഷ്ട്രീയ സംവിധാനം, മറ്റത് ആളുകളുടെ ഭക്തിയെ ഉണർത്തി വേറൊരു ലെവലിലാക്കിയ ഒരു സംഗമം. ഇതുകൊണ്ട് ആത്യന്തികമായി എന്തു നേടി? വളരെ ശക്തമായ, അതായത് അയ്യപ്പന്റെ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത്രയും ആവശ്യമില്ലാതെ നമ്മുടെ ഭക്തർക്കെതിരെ എടുത്ത 2000-ഓളം കേസുകൾ, 1000-ഓളം പേർക്കെതിരെ, അതിലും കൂടുതൽ ആൾക്കെതിരെ നടത്തിയ കേസുകൾ പിൻവലിക്കാതെ, ബാക്കിയുള്ള, അതായത് നിയമസഭയ്ക്കകത്ത് നടന്ന, ക്യാമറകൾക്ക് മുന്നിൽ നടന്ന കാര്യങ്ങൾ പോലും പിൻവലിക്കാൻ ശ്രമിച്ച ഒരു സർക്കാർ എന്തുകൊണ്ട് സാധാരണക്കാർക്കെതിരെ അനാവശ്യമായി എടുത്ത കേസുകൾ പിൻവലിക്കാതെ പിന്നെയും അവരെ താങ്ങാൻ പോകുന്നു, അവരുടെ രക്ഷിതാവാണെന്ന്, അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകണു എന്ന് അവകാശപ്പെടുന്നു എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. രണ്ടാമത് അവർ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ശരിക്കും കൊടുത്തിരിക്കുന്ന, സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ്, അത് തിരുത്താതെ നിങ്ങൾക്ക് ഭക്തരുടെ മനസ്സിൽ സ്ഥാനമില്ല എന്നുള്ളതാണ്. അടുത്ത് അതിലും വലിയ അപകടകരമായി മറ്റൊരു കാര്യം പറഞ്ഞത്, നമ്മുടെ കേരളത്തിലെ ഹൈക്കോടതി കൊടുത്തിരുന്ന ഒരു അഫിഡവിറ്റ് ആരോ വലിച്ച് പുറത്തിട്ടിരിക്കുന്നത്. അതായത് ശബരിമലയിൽ എന്ത് മാറ്റം വരുത്തണമെങ്കിലും അത് വഖഫ് ബോർഡിനോട് കൂടി ചോദിക്കണം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പാതിരിമാരോട് കൂടി ചോദിക്കണമെന്നൊക്കെ പറഞ്ഞ് കേരള ഹൈക്കോടതിയിൽ അങ്ങനെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ അവര് പറയുന്നത് ശബരിമല ഒരു മതേതര ക്ഷേത്രമാണ്. ഇന്നലെ പന്തളം സംഗമത്തിൽ, അല്ലെങ്കിൽ കർമ്മസമിതി നടത്തിയ സംഭവത്തിൽ അവർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്, അവിടുത്തെ സന്യാസി ശ്രേഷ്ഠന്മാര് പറഞ്ഞത്, ഇത് മതേതര ക്ഷേത്രമല്ല, അതിനൊരു മതേതര സ്വഭാവം ഉണ്ടാകും, ആർക്ക് വേണമെങ്കിലും അവിടെ വരാൻ പറ്റും. പക്ഷേ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് അതൊരു ഹിന്ദു ക്ഷേത്രമാണ്, അവിടെ ഹിന്ദു ആചാരങ്ങളാണ് നടക്കുന്നത്, ഏത് മതത്തിലുള്ളവർക്കും ഏത് ജാതിയിലുള്ളവർക്കും വരാമെന്നുള്ളത് അതിന്റെ ഒരു വലിയ സങ്കല്പമാണ്. അതുകൊണ്ട് അതൊരു മതേതര ക്ഷേത്രമോ മതേതര ആചാരമോ, അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വഖഫ് ബോർഡിനോട് ചോദിച്ചു വേണം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പാതിരിമാരോട് ചോദിച്ചു വേണം എന്നൊക്കെ പറയുന്നത് തികഞ്ഞ അസംബന്ധമാണ്. ഇതാണ് അവിടെ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം. മാത്രമല്ല, പണ്ട് നമ്മൾ ഈ പന്തളം പെശകായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ പണ്ട് നമുക്കറിയാം 2018 അപ്രതീക്ഷിതമായി പന്തളത്ത് കൂടിയ ഒരു സ്ത്രീകളുടെയും കുട്ടികളുടെയും കൂട്ടായ്മയാണ് വലിയ ഒരു സമരമായി പിന്നെ മാറിയത്. അതേ പന്തളത്ത് ഇന്നലെ വന്നിട്ടുള്ള ജനങ്ങൾ ഈ ഇടതുപക്ഷ മതേതര പാർട്ടികൾക്ക് കൃത്യമായ ഒരു സന്ദേശം നൽകുന്നുണ്ട്. മാത്രമല്ല, അവിടെ കേട്ട ആഹ്വാനമൊക്കെ, ഞാൻ ടി വി കൂടെ കേട്ടതാണ്, ആഹ്വാനമൊക്കെ ഭക്തർ ഒന്നിക്കണം, ശബരിമലയുടെ അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാത്തിനുമെതിരെ ധർമ്മയുദ്ധം തുടങ്ങണം. ഇതൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഈ പമ്പയിൽ ഇങ്ങനെ ഒരു നാടകം നടത്തിയില്ലായിരുന്നെങ്കിൽ പന്തളത്ത് ഇങ്ങനെ ഒരു സംവിധാനം നടക്കുമായിരുന്നു, സംഗമം നടക്കുമായിരുന്നു? ഒരിക്കലും ഇല്ല. അപ്പോ നമ്മൾ എപ്പോഴും പറയും, ഒരാളെ ഒരു ലെവലിൽ കൂടി ബുദ്ധിമുട്ടിക്കരുത്. എത്ര ദുർബലനാണ് എന്ന് നമുക്ക് തോന്നിയാലും അവസാനം നിവർത്തികേട് വരുമ്പോൾ അവൻ തിരിഞ്ഞു നിൽക്കും. അത് ചിലപ്പോൾ താങ്ങൂല, നിങ്ങൾ വിചാരിച്ചിടത്ത് നിന്നും ചെന്ന് നിൽക്കൂല. അപ്പൊ അത്തരം ഒരു സംഭവത്തിന്റെ ഇന്നലെ മാത്രമല്ല, അവിടെ രണ്ട് വളരെ പ്രശസ്തരായ പ്രാസംഗികർ, മലയാളികൾക്ക് വളരെ റെസ്പെക്റ്റ് ഉള്ള രണ്ട് പ്രാസംഗികർ, ഒന്ന് അണ്ണാമല, തമിഴ്നാട്ടിലെ BJPയുടെ പഴയ സംസ്ഥാന അധ്യക്ഷനായിരുന്ന അണ്ണാമല അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മനോഹരമായി സംസാരിക്കുന്ന തേജസ്വി സൂര്യ MP ആണ് അദ്ദേഹം, കർണാടകത്തിൽ നിന്ന്. ഇവരൊക്കെ അപ്പൊ അവര് പറഞ്ഞത്, ഞങ്ങളിവിടെ ക്ഷണിച്ചു വന്നതിനേക്കാൾ ഉപരി അണ്ണാമല പറഞ്ഞത്, ഞാൻ തമിഴ്നാട്ടിലെ അയ്യപ്പ ഭക്തരുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ ശബരിമലയിൽ പോയുന്ന ആളാണ്. തേജസ്വി സൂര്യ പറഞ്ഞത്, ഞാൻ കർണാടകത്തിലെ അയ്യപ്പ ഭക്തരുടെ പ്രതിനിധിയാണ്. നമുക്ക് മനസ്സിലാക്കണം ഇതിനകത്തൊക്കെ അതായത് പിന്നെ ഇവര് കൊണ്ടുവരാൻ ശ്രമിച്ച ഇതിനകത്ത്
ഒരു പക്ഷേ കേരള സർക്കാരിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം, സനാതന ധർമ്മത്തിനെ എന്നും എതിർത്തിരുന്ന ഒരു സംഘടനയാണ് DMK, രാഷ്ട്രീയ പാർട്ടിയാണ് DMK. ഈ സ്റ്റാലിന്റെ മകൻ പറഞ്ഞത് നമുക്ക് കേട്ടിട്ടുണ്ടാവും. ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു വൈറസ് ആണെന്നും അതിനെ ഉന്മൂലനം ചെയ്യുക മാത്രം, പാറ്റയും കൊതുകിനെയും പോലെ ഉന്മൂലനം ചെയ്യുക മാത്രമേ സാധ്യമുള്ളെന്ന് പറഞ്ഞവരുടെ ആളുടെ അതേ ആ സങ്കല്പത്തിൽ വിശ്വസിക്കുന്ന ഒരാളെയാണ് മുഖ്യാതിഥിയായിട്ട് അവിടെ വിളിച്ചത്. ഇതാണ് അവർക്ക് പറ്റിയ ഏറ്റവും അപ്പം അതിനകത്ത് ചില വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടെന്ന് ഒരു പക്ഷേ ഹിന്ദു ഭക്തർക്ക് തോന്നിക്കാണും. മാത്രമല്ല, പന്തളം രാജാവും അയ്യപ്പനും തമ്മിൽ ഒരു വലിയ കണക്ഷൻ ഉണ്ട്. ഈ പന്തളം രാജാവിന്റെ ഒരു സമ്മതമോ അനുഗ്രഹമോ ഒരിക്കലും സർക്കാരിന്റെ പരിപാടിക്കില്ലായിരുന്നു. ഇതാണ് ഭക്തരുടെ അവിടെ എത്താതിരിക്കാനുള്ള പ്രധാന കാരണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലെ പന്തളം രാജകുടുംബമാണ് ആ ആഹ്വാനം നടത്തിയത്, അവിടെ ഒരു ഭക്തജന സംഗമം പന്തളത്ത് നടക്കണമെന്ന്. അതാണ് അതിന്റെ വ്യത്യാസമുണ്ടായത്. മതസംഘടനകളും ഇപ്പൊ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയൊക്കെ എന്ത് പറയുന്നു എന്നൊക്കെ പറഞ്ഞത് ആലോചിക്കേണ്ട വിഷയമാണ്. അത് എത്രത്തോളം സുകുമാരൻ നായർ പറഞ്ഞ നായന്മാരിലും വെള്ളാപ്പള്ളി പറഞ്ഞ ഇന്നത്തെ ഈഴവരിലും ഒക്കെ, പ്രത്യേകിച്ച് അയ്യപ്പന്റെ കേസിൽ, അയ്യപ്പനെ എതിർക്കുന്ന കേസിൽ എത്രത്തോളം മാറ്റം വരുമെന്ന് കണ്ടറിയേണ്ട സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ഈ രണ്ട് കാര്യങ്ങളും. ഇത് എങ്ങനെ ആയിത്തീരും എന്നുള്ളത് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തന്ത്രപരമായി ഞാൻ പറഞ്ഞ സർക്കാരിന്റെ പമ്പയിലെ അയ്യപ്പ സംഗമം തന്ത്രപരമായി ചീറ്റിപ്പോയെന്നും തന്ത്രപരമായി അബദ്ധമായി പോയെന്നും അത് വേണ്ടിയിരുന്നില്ല എന്നുമാണ്. മറ്റത് അതിന്റെ ഒരു നാച്ചുറലായിട്ടുണ്ടായ അടുത്ത ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. അപ്പൊ ഇതാണ് നീതു അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ശബരിമല യുവതീ പ്രവേശന സമയത്ത് CPM-ൽ നിന്ന് അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ചിലരെങ്കിലും CPM-നകത്തുണ്ടായിരുന്നു, പ്രവർത്തകരായിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായി അവർക്ക് വോട്ട് ചെയ്യുന്നവരോ ആയിട്ട്. അവരിൽ നിന്നുള്ള ഒരു വോട്ട് CPM-ൽ നിന്നും ചോർന്ന് BJP-യിലേക്ക് വന്നിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ തിരിച്ചു പിടിക്കുക, അതിന് അയ്യപ്പനോട് വിശ്വാസപൂർവ്വം നിൽക്കുക എന്നൊക്കെയുള്ള ഒരു തന്ത്രമാണോ CPM പയറ്റുന്നത്? അതാണോ പമ്പയിലെ ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന് കരുതിയാലും തെറ്റു പറയാൻ സാധിക്കില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വിനോദ് സാർ, നമുക്ക് ആകെ ഒരു ശബരിമലയേ ഉള്ളൂ, ഒരു അയ്യപ്പനേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് രണ്ട് തരത്തിലുള്ള വിശ്വാസ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭക്തരെ പോലും സ്പ്ലിറ്റ് ആക്കി രണ്ടാക്കുക എന്നൊരു പ്രവണതയാണ് ഈ സംഗമം വഴിയൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് വിനോദ് സാർ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ നമ്മളുമൊക്കെ ചോദിക്കുന്നത് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു വിനോദ് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.